2026 ഫെബ്രുവരി 11 GOMS നമ്പർ 4/2026/ITD എന്ന നമ്പറിൽ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ആ ഉത്തരവിന്റെ കോപ്പിയാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ ഇവിടെ കാണിച്ചത്. ഈ ഉത്തരവ് പ്രകാരം അടിയന്തരമായി 10 സ്വകാര്യ ഏജൻസികളെ ഗവൺമെന്റ് എംപാനൽ ചെയ്യുന്നത് ദുരൂഹമല്ലേ? IT വകുപ്പ് കണ്ടെത്തുന്ന ഈ മാൻപവർ പ്രൊവൈഡേഴ്സ് വഴി മാത്രമേ എല്ലാ പ്രവർത്തനങ്ങളും IT ഡിപ്പാർട്ട്മെന്റ് നടത്താവൂ എന്ന് പ്രത്യേകമായി പറഞ്ഞിരിക്കുകയാണ്. എല്ലാ വകുപ്പിൽ നിന്നും സർക്കാർ വകുപ്പിൽ നിന്നും വൻതോതിൽ ഡേറ്റ സ്വീകരിച്ച ശേഷം സ്വകാര്യ ഏജൻസികളെ ഉപയോഗിച്ച് യാതൊരു മുൻകരുതലുമില്ലാതെ ബിസിനസ് വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കാൻ പാകത്തിൽ ഡേറ്റ നൽകി എന്നത് വളരെ ഇതോടുകൂടി വ്യക്തമാവുകയാണ്. ഓപ്പൺ മാർക്കറ്റിൽ ഇനി ഇതിറങ്ങിയോ എന്നാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത്. സാംബശിവറാവു ശിവശങ്കരന്റെ റോളിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഈ OSD ആയ ശ്രീ സാംബശിവറാവു IAS ശിവശങ്കരന്റെ അനുഭവം മനസ്സിലാക്കണം. ശിവശങ്കരൻ സ്പ്ലിങ്കറിന് കൊടുത്തിട്ടുള്ള കരാറുകളും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും ഞാൻ ഉന്നയിച്ച വിവരങ്ങളും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇടപെടലും ഈ OSD ആയ സാംബശിവറാവു മനസ്സിലാക്കണമെന്ന് ഞാൻ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകുകയാണ്. തെരഞ്ഞെടുപ്പിന് 3 ആഴ്ചകൾ മാത്രമുള്ള സമയത്ത് മുഖ്യമന്ത്രിയുടെ അനധികൃതമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കേരളത്തിലെ 1 കോടിയിലധികം വരുന്ന ജീവനക്കാരുടെയും സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽപ്പെട്ടവരുടെയും വ്യക്തിഗത വിവരങ്ങൾ എടുത്ത് ഇത്തരം ദുരുപയോഗങ്ങൾ നടത്തിയാൽ അതിന് മറുപടി പറയേണ്ടി വരുന്നത് മുഖ്യമന്ത്രിയും OSDയുമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ശിവശങ്കർ നടത്തിയ എല്ലാ അനധികൃത പ്രവർത്തനങ്ങളെയും കോടതി വഴി പരാജയപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അന്ന് സ്പ്ലിങ്കറുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതിയുടെ വിധി വളരെ വ്യക്തമായിരുന്നു. ഒരു വ്യക്തിയുടെയും സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ ആർക്കും അവകാശമില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പോൾ ശിവശങ്കരന്റെ റോള് ശ്രീ സാംബശിവറാവു ഏറ്റെടുത്തിരിക്കുന്നു. അതിന്റെ പ്രത്യാഘാതം അദ്ദേഹത്തിന് നേരിടേണ്ടി വരും എന്നാണ് എനിക്ക് പറയുന്നത്. അദ്ദേഹത്തിന് മാത്രമല്ല, മുഖ്യമന്ത്രിക്കും നേരിടേണ്ടി വരും. കോടിക്കണക്കിന് പൗരന്മാരുടെ വ്യക്തിഗതമായ വിവരങ്ങൾ അവരുടെ കൺസെന്റ് ഇല്ലാതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവരുടെ അറിവോ സമ്മതവും ഇല്ലാതെ അവരുടെ വ്യക്തിഗതമായ വിവരങ്ങൾ സമ്പാദിക്കുകയും അത് തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ 1 കോടി ആളുകൾക്ക് വാട്സാപ്പ് സന്ദേശം അയക്കുക വഴി മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത്. ജസ്റ്റിസ് KS പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന കേസിൽ 2017 DY ചന്ദ്രചൂഡ് ഒരു 9 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി പ്രഖ്യാപിച്ചിരുന്നു. ആ വിധിയിൽ പറയുന്നു, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 എന്ന മൗലിക അവകാശങ്ങളുടെ കൃത്യമായ ലംഘനമാണിത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി മൗലികാവകാശങ്ങളുടെ ലംഘനം നടത്തിയിരിക്കുന്നു. ആ മൗലികാവകാശങ്ങളുടെ ലംഘനം നടത്തുക വഴി കേരളത്തിലെ കോടിക്കണക്കിന് ജനങ്ങളെ പറ്റിച്ചിരിക്കുന്നു. അവരുടെ അറിവോ സമ്മതവും ഇല്ലാതെ അവരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം നടത്തുകയും അവരുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയെടുക്കുകയും ചെയ്തിരിക്കുന്ന ഗുരുതരമായ തെറ്റാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. സ്വകാര്യത മൗലികാവകാശമാണെന്നതിനാൽ ഈ അവകാശത്തിന്റെ ലംഘനം മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്ന് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 9 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ഈ കാര്യത്തിൽ വളരെ പ്രസക്തമാണ്. 11/8/2023 ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023 പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ച നിയമമാണ്. പാർലമെന്റിൽ ഡേറ്റ പ്രൊട്ടക്ഷന് വേണ്ടി കൊണ്ടുവന്ന ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് നഗ്നമായ ലംഘനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 2023 ഈ ആക്ടിന്റെ 4, 6 അടക്കമുള്ള വകുപ്പുകളുടെ നഗ്നമായ ലംഘനം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും OSD സാംബശിവറാവുവും ചെയ്തിരിക്കുകയാണ്. 2017 പുട്ടസ്വാമി കേസിന്റെ
കോടതിയുടെ വിധിന്യായത്തിൽ 303-ാം ഖണ്ഡികയിൽ ഇൻഫോർമേഷണൽ പ്രൈവസി എന്നത് വിശദീകരിക്കുന്നുണ്ട്. ആ തത്വത്തിൽ വ്യക്തമായിരിക്കുന്ന മുൻ ഉപാധികളും നഗ്നമായി ലംഘിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കോടിക്കണക്കിന് ആളുകളുടെ വ്യക്തിഗത വിവരങ്ങൾ അവരുടെ സമ്മതമോ അറിവോ ഇല്ലാതെ എടുത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏകപക്ഷീയമായി ഇവിടെ എല്ലാ നിയമങ്ങളും ലംഘിച്ച് നടപ്പാക്കിയിരിക്കുന്നു. ഇത് ഓരോ വ്യക്തിയുടെയും സ്വകാര്യതയിലേക്കുള്ള ഒളിഞ്ഞു നോട്ടമാണ്. ഓരോ വ്യക്തി ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടെങ്കിൽ ആ ഫോണിൽ എല്ലാ വിവരങ്ങളും ഉണ്ട്. നിങ്ങളുടെ ഭാര്യയ്ക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ഫോണിന് നിങ്ങളെപ്പറ്റി അറിയാം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എത്ര, നിങ്ങൾ ആരോട് സംസാരിച്ചു, നിങ്ങൾക്ക് എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട്, നിങ്ങൾ എവിടെയാണ് എപ്പോഴാണ് നിൽക്കുന്നത്, നിങ്ങൾ എവിടെയാണ് പോകുന്നത്, നിങ്ങൾ എത്ര പേരോട് ഫോണിൽ സംസാരിക്കുന്നു, നിങ്ങൾ എത്ര ദീർഘമായി ആരോട് സംസാരിക്കുന്നു, ഈ വിവരങ്ങളെല്ലാം നിങ്ങളുടെ ഫോണിലൂടെ പരിശോധിക്കാൻ കഴിയുന്ന ഒന്നാണ്. അപ്പോൾ വ്യക്തിഗത സംസ്കരണം അറിവോടെയും സമ്മതത്തോടെയും അല്ലാതെ ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ നമ്മുടെ ലൊക്കേഷൻ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, കമ്മ്യൂണിക്കേഷൻ രേഖകൾ എല്ലാം ഫോൺ നമ്പർ കയ്യിലുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ്. അപ്പോൾ വ്യക്തിയുടെ എല്ലാ വിവരങ്ങളും രഹസ്യങ്ങളും ഇവർ ചോർത്തിയെടുക്കുകയാണ്. ഇനി സ്വകാര്യ ഏജൻസികൾക്ക് കൈമാറുന്നതോടെ എല്ലാ വിവരങ്ങളും അവർക്ക് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും വിൽക്കാം. ഡേറ്റയാണ് ഇന്ന് ലോകത്ത് ഏറ്റവും പ്രധാന വിലപിടിപ്പുള്ള വസ്തു. പണ്ട് ഓയിലായിരുന്നെങ്കിൽ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള വസ്തുവെങ്കിൽ, സ്വർണമായിരുന്നെങ്കിൽ ഇന്ന് ഡേറ്റയാണ് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു. ആ വസ്തു കിട്ടിക്കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഇത് വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യപ്പെടാൻ കഴിയുന്ന കാര്യമാണ്. ഇന്ന് നിങ്ങൾക്കറിയാം, കോവിഡ് കാലത്ത് സ്പ്രിംഗർ എന്ന കമ്പനിയോട് ഈ കച്ചവടത്തിന് വേണ്ടി ഈ ഡേറ്റ മുഴുവൻ, കേരളത്തിലെ കോവിഡ് രോഗികളുടെ ഡേറ്റ മുഴുവൻ ചോർത്തി നൽകിയെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ടാണ് വ്യക്തിഗത വിവരങ്ങൾ അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ചോർത്തിയെടുക്കുന്നു എന്നുള്ള ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഇവിടെ വന്നിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ 1 കോടിയിൽ പരം പൗരന്മാരുടെ വ്യക്തിഗത വിവരങ്ങൾ കൈക്കലാക്കി അത് സ്വകാര്യ കമ്പനിക്ക് കൈമാറുകയും അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി അവർക്ക് അത് ദുരുപയോഗപ്പെടുത്തുകയും ചെയ്ത മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മിക അവകാശമില്ല. ഈ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ മുഴുവൻ നടപടി ഉണ്ടാകണം. സമഗ്രമായ ഈ ഡേറ്റ തട്ടിപ്പിൻ്റെ കാര്യത്തിലും ഡേറ്റ ചോർത്തലിൻ്റെ കാര്യത്തിലും ഡേറ്റയുടെ ദുരുപയോഗത്തിൻ്റെ കാര്യത്തിലും സമഗ്രമായ അന്വേഷണം അനിവാര്യമാണ്. ബഹുമാനപ്പെട്ട ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയും പാർലമെൻറ്റ് പാസാക്കിയ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ടിനും വിരുദ്ധമായി കേരളത്തിലെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും അദ്ദേഹത്തിൻ്റെ OSD സാംബശിവറാവുവും ചെയ്തിട്ടുള്ള ഈ ഗുരുതരമായ കുറ്റത്തിന് നിയമപരമായ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.